ആനുകാലികം 2025 ഇന്ത്യയിൽ സ്ട്രോബെറി ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ. നേര്യമംഗലത്തെ 50 ഏക്കർ നാളികേര വിത്തുൽപാദന കേന്ദ്രം ഗുജറാത്തിലേക്കാണ് സ്ഥലം മാറ്റുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ 2 ഇനം ശുദ്ധജല മത്സ്യങ്ങളാണ് ലാബിയോ ചെഗിഡ, ലാബിയോ ഉറു. IT മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താൻ ആവിഷ്കരിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ലോഞ്ച് പാഡ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ലിവർപൂൾ. ഫൈനലിൽ ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത്. ആനുകാലികം 2025 കന്യകാത്വ പരിശോധന മൗലിക അവകാശ ലംഘനമാണെന്ന് 2025 വിധിച്ച കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം ജീവനും അന്തസ്സിനും ഉള്ള അവകാശം ലംഘിക്കപ്പെടുന്നു എന്നും ഛത്തീസ്ഗഡ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കാവുന്ന രാജ്യം നോർവേയാണ്. ഇന്ത്യയുടെ സ്ഥാനം 49. 2025 മാർച്ചിൽ ബെലാറസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി വിജയകരമായി നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ റീജിയണൽ ക്യാൻസർ സെൻ്ററാണ്. അനശ്വര നടൻ സത്യൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി രാജീവ് ശിവശങ്കർ എഴുതിയ പുസ്തകമാണ് സത്യം. ആനുകാലികം 2025 2025 ഇന്ത്യയിൽ പാമ്പുകടിക്കെതിരെ ആൻറ്റിവനം ലഭ്യത ഉറപ്പാക്കാൻ ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ പോർട്ടൽ. 2025 ഏപ്രിലിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തമായവരും മുൻ പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KV റാബിയ. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലം ജില്ലയാണ്. 2025 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവാണ് ആര്യാന സബലങ്ക. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ ഗവേഷണ വികസന വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് R ഹരികുമാർ. ആനുകാലികം 2025 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേരളത്തിൽ 369 രൂപയായി വർദ്ധിപ്പിച്ചു. 23 രൂപയാണ് അധികമായി വർദ്ധിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 400 രൂപയാണ് ഹരിയാനയിലെ തൊഴിലുറപ്പ് വേതനം. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത് ഒഡീഷയിലാണ്. 2030 ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. 23ാമത് ദേശീയ ഗവേണൻസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ആനുകാലികം 2025 രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളം. 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം മഹാരാഷ്ട്രയിലെ നാസിക് ആണ്. കപ്പലുകൾക്കായി ഒരു പ്രത്യേക നയം ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. റഷ്യയിൽ നിന്നും ഇംഗ്ല-S മിസൈൽ സംവിധാനം വാങ്ങിയ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് തെലങ്കാനയിലാണ്. എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവും. പ്രശസ്തമായ കൃതി പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ 1934 രചിച്ചു. മറ്റു കൃതികൾ റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15. 1955 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് മൈസൂരിൽ സ്ഥിതി ചെയ്യുന്നു. 1923 സ്ഥാപിതമായി. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നും എം വിശ്വേശ്വരയ്യ അറിയപ്പെടുന്നു.